പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവും. ഈ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും അതിനുള്ള ഉത്തരം കിട്ടും. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവന്റെ അച്ഛനും അമ്മയൊക്കെ വളരെ ചെറുപ്പത്തിലേ മരിച്ചു പോയിരുന്നു. അവന്റെ അമ്മാവന്റെ സംരക്ഷണയിലായിരുന്നു ആ കുട്ടി വളർന്നു വന്നിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവന്റെ അമ്മാവന് ഒരു വലിയ അസുഖം പിടിപ്പെട്ടു. അവര് ആശുപത്രിയിൽ അഡ്മിറ്റായി. അങ്ങനെ അവര് ആശുപത്രിയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ കാണാനായി ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയായിട്ടുള്ള കുറേ അധികം ആൾക്കാർ അവിടെ വന്നു. അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഇനി ദൈവത്തിന് മാത്രമേ ഇയാളെ രക്ഷിക്കാൻ കഴിയൂ. ഇത് കേട്ട നിഷ്കളങ്കനായ ആ കുട്ടിക്ക് ദൈവം എങ്ങനെ ഇരിക്കുന്നെന്നോ, ദൈവം എവിടുന്ന് വരുമെന്നോ, ദൈവം എങ്ങനെ തന്റെ മാമനെ രക്ഷിക്കുമെന്നോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന 50 രൂപയുമായി തെരുവിലേക്ക് ഇറങ്ങി ഓരോ കടയിലും കയറി ആ പൈസ നീട്ടിയിട്ട് ദൈവത്തെ തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ അവരൊക്കെ അവനെ പരിഹസിച്ച് ഓടിച്ചു വിട്ടു. അങ്ങനെ അവൻ ഒരുപാട് കടകളിൽ കയറി അവസാനം ഒരു കടയിൽ അവിടുത്തെ മുതലാളിയുടെ മുന്നിലേക്കും അവൻ 50 രൂപ നീട്ടിയിട്ട് എനിക്ക് ദൈവത്തെ തരുമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് ആദ്യം ചിരിയാണ് വന്നത്. പിന്നീട് അത്ഭുതത്തോടുകൂടി അദ്ദേഹം അവനെ നോക്കി അവനെ തന്റെ അടുത്തുള്ള കസേരയിലേക്ക് ഇരുത്തിയിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചത്. അതിനുശേഷം അവന്റെ കയ്യിൽ നിന്ന് ആ 50 രൂപ വാങ്ങിച്ച് മേശയിലിട്ട് 40 രൂപ ബാക്കി വിട്ടു. പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു കുപ്പി എടുത്ത് അതിലേക്ക് കുറച്ച് തേനൊഴിച്ച് അടച്ച് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി നിന്റെ മാമന് കൊടുക്കുക, ഉറപ്പായും അസുഖം മാറും. അവനങ്ങനെ ആ തേനുമായിട്ട് ആശുപത്രിയിൽ വന്നു. അത് തുറന്ന് അതിന് കുറച്ച് തേനെടുത്ത് അവൻ തന്റെ മാമന്റെ ചുണ്ടിലേക്ക് നിർത്തിക്കൊടുത്തു. അത്ഭുതമെന്ന് പറയട്ടെ, അടുത്ത ദിവസം ആ ആശുപത്രിയിലേക്ക് ഒരുപാട് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ വരികയും അവര് അവന്റെ മാമനെ പരിശോധിക്കുകയും അദ്ദേഹത്തിന്റെ അസുഖം കണ്ടുപിടിക്കുകയും വളരെ വിദഗ്ധമായ ചികിത്സ അയാൾക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അയാളുടെ അസുഖം മാറി. അവർക്ക് ആശുപത്രി നിന്ന് പോരാനുള്ള ദിവസമെത്തി. അങ്ങനെ അവര് ബില്ലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയം ആശുപത്രിയിൽ നിന്ന് ബില്ല് കൊണ്ടുവന്ന് അവരുടെ കയ്യിലേക്ക് കൊടുത്തു. ആ ബില്ല് കണ്ട അവന്റെ മാമൻ ഞെട്ടിപ്പോയി. കാരണം അതൊരു വലിയ എമൗണ്ട് ആയിരുന്നു. ഇത് എങ്ങനെ അടയ്ക്കും എന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവർക്ക് ഒരു അറിയിപ്പ് കിട്ടി, നിങ്ങളുടെ ബില്ല് ഒരാൾ അടച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. മാമൻ അവനോട് ചോദിച്ചു, മോനെ എന്താണ് ഇവിടെ സംഭവിച്ചത്? അപ്പൊ അവൻ നടന്ന കാര്യങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് മാമനോട് പറഞ്ഞു. ആശുപത്രിയിൽ ഇറങ്ങിയ അവനും അവന്റെ മാമനും കൂടെ നേരെ ആ കടയിലേക്ക് പോയി. അവിടുത്തെ മുതലാളിയെ കണ്ടിട്ട് അവന്റെ മാമൻ കൈകൊണ്ട് പറഞ്ഞു, സാർ, നിങ്ങളാണല്ലേ നമ്മുടെ ജീവിതത്തിലെ നിർണായകമായ ചില ഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ദൈവങ്ങൾ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകില്ല. ജീവിതത്തിൽ നന്മകൾ ചെയ്യുക, ഉറപ്പായും നമ്മുടെ ജീവിതത്തിലും ആവശ്യമുള്ള സമയത്ത് ദൈവങ്ങൾ ഇതുപോലെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ശുഭദിനം.